റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ് അടുത്തതായി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെ പ്രധാന സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചു. കുടിശ്ശിക തുക ലഭ്യമാക്കാമെന്ന ഉറപ്പ് സർക്കാർ ലംഘിച്ചതിന് പിന്നാലെയാണ് വിതരണക്കാരുടെ നടപടി. 18 മാസത്തെ കുടിശ്ശികയായി 158 കോടി രൂപയാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത്. സ്വാന്തന സജു നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് സ്വാന്തന. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലൊക്കെ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധിയിലാകില്ലേ കാര്യങ്ങൾ? ഇപ്പോൾ ഈ കുടിശ്ശിക എന്നത്തേക്ക് കൊടുക്കുമെന്നുള്ള എന്തെങ്കിലും ഒരു സംസാരമോ ചർച്ചയോ നടക്കുന്നുണ്ടോ? സുജയ, വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലെയും ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ വിതരണമാണ് നിലവിൽ ഈ വിതരണക്കാര് നിർത്തിവച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ 18 മാസത്തെ കുടിശ്ശിക തുകയാണ്. 1-2 18 മാസത്തെ കുടിശ്ശിക തുകയാണ് ഇവർക്ക് നൽകാനുള്ളത്. അത് 158 കോടി രൂപ ആണ് ഇവർക്ക് കുടിശ്ശികയായി നൽകാനുള്ളത്. ഇനി ഇത് നൽകാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ വിതരണക്കാരൊക്കെ തന്നെ പറയുന്നത്. സുജയ ചോദിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് ഒരു വട്ടവും 2 വട്ടവും ഒന്നുമല്ല, പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരോഗ്യമന്ത്രിയുമായി നടത്തിയതാണ്. കഴിഞ്ഞ മാസം പകുതി തുകയെങ്കിലും, അത് 2025 മാർച്ച് വരെയുള്ള തുകയെങ്കിലും ഇവർക്ക് നൽകാം, അല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ 2025 മാർച്ച് വരെയുള്ള തുക നൽകാമെന്ന് സർക്കാർ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതുവരെയും അത് നൽകിയില്ല. അതിന് പിന്നാലെയാണ് ഈ വിതരണം നിർത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ വിതരണക്കാരെത്തിയിരിക്കുന്നത്. നിലവിൽ സുജയ എല്ലാ ആശുപത്രികളിലും ഏതാണ്ട് ഒരാഴ്ച ശേഷമുള്ള ഉപകരണങ്ങളൊക്കെ തന്നെയും ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് ആശുപത്രികൾ കൂടുതൽ ഉപകരണമുള്ള ആശുപത്രിയിൽ നിന്ന് എത്തിച്ച് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ശസ്ത്രക്രിയയൊക്കെ നമുക്ക് ചെയ്തു പോകാവുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒക്കെ ഈ ഹൃദയ സംബന്ധമായ നിരവധി ശസ്ത്രക്രിയകളാണ് ഒരു ദിവസം നടക്കുന്നത്. ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും ഒക്കെ പല 30-ലധികം ഒരു ദിവസം നടക്കുന്ന ആശുപത്രി മെഡിക്കൽ കോളേജുകൾ പോലും കേരളത്തിലുണ്ട്. അവിടെയൊക്കെ ഈ ഉപകരണങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. സുജയ, ഇതിൽ ഏറ്റവും കൂടുതൽ പണം കൊടുക്കാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. 34 കോടി രൂപയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഈ വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏതാണ്ട് 29 കോടിയോളം രൂപയാണ് ഇവർക്ക് കൊടുക്കാനുള്ളത്. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജാണ് വരുന്നത്. അവരേതാണ്ട് 21 കോടിയോളം രൂപയാണ് ഈ വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത്. ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം എത്തിയപ്പോഴാണ് തങ്ങൾ ഈ വിതരണം നിർത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് സുജയ കാര്യങ്ങൾ പോകുന്നത്. ഒരാഴ്ച ചിലപ്പോൾ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുമായിരിക്കും, അല്ലെങ്കിൽ വളരെ അർജന്റായിട്ട് ചെയ്യേണ്ടാത്ത സർജറികളൊക്കെ കുറിച്ച് അങ്ങോട്ടേക്ക് തള്ളി വെക്കുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള വലിയ ചോദ്യം നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ് സുജയ. അപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്കറിയാം. സിസ്റ്റം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഏത് തരത്തിലാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ ഉപകരണ പ്രതിസന്ധി നിലനിൽക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് രംഗത്ത് വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാർഡിയോളജി വിഭാഗത്തിൽ കൂടി വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് സുജയ. അപ്പോൾ ഇനി സിസ്റ്റത്തിന്റെ തകരാറാണോ, ആരുടെ തകരാറാണ് എന്നാണ് സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലാണ് സുജയ ഇനിയൊരു വ്യക്തത വേണ്ടത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, സാന്ത്വന സജുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. സ്റ്റെന്റ് വിതരണം അടക്കം കമ്പനികൾ നിർത്തിയത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നത് വ്യക്തമാണ്. സ്വാന്തന ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ.